എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ സ്വപ്നനഗരിയിലാണ്. ഇവിടെ ഈ മാസം 10-ാം തീയതി മുതൽ മറൈൻ വേൾഡ് അക്വേറിയം ആരംഭിച്ചിരിക്കുകയാണ്. മുതിർന്ന ആൾക്ക് 120 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. വലിയ ഫീസൊന്നുമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ടിക്കറ്റ് പുറത്തേക്ക് കൊണ്ടുവന്ന് വാങ്ങിയ ശേഷം ഒരു മീനിൻ്റെ വായ്ക്കുള്ളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ഒരു കവാടം നമുക്ക് കാണാം. ഈ കവാടത്തിനുള്ളിലൂടെയാണ് നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 10 കോടിക്കടുത്ത് രൂപ മുടക്കിയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൻട്രി നമ്മൾ ആദ്യ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ കുറച്ച് പക്ഷികളാണ് നമ്മളെ സ്വീകരിക്കുന്നത്. തത്ത ഇനങ്ങളിൽപ്പെടുന്ന ആ പക്ഷിക്കൂട്ടത്തിൻ്റെ ശബ്ദവും അവരുടെ കളികളും എല്ലാമാണ് നമ്മളെ ആദ്യം അവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. പക്ഷികളെ നമ്മൾ തൊട്ടടുത്ത് നമ്മളെ കയ്യിൽ വന്നിരിക്കാൻ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഫോട്ടോസിന് പോസ് ചെയ്യുന്ന പഞ്ചവർണ്ണ തത്തകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ അത്യാവശ്യം നമുക്ക് ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയ കാരണം അധികം ചൂടോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് ഒന്ന് മനസ്സ് റിലാക്സ് ആവുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ഒരു തുടക്കം മാത്രമാണ്. നമ്മളിതിൻ്റെ പ്രധാന അക്വേറിയം അണ്ടർ വാട്ടർ ടണൽ അതിലേക്ക് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ. ഈ പക്ഷികളുടെ ചെറിയ ചെറിയ കുസൃതികളും മറ്റൊക്കെ കണ്ട് മനസ്സൊന്ന് ഈ ഒരു മൂഡിലേക്ക് കൊണ്ടുവന്ന് നമുക്കെന്ത് ചെയ്യാം, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അടുത്ത ഘട്ടത്തിൽ വരുന്നത് ഒരു വിദേശ ജീവികളെ പ്രദർശിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഒരു ചില്ലുകൂട്ടിലിട്ടിട്ട് നമ്മളിവിടെ കാണാത്ത തരം മറ്റു രാജ്യങ്ങളിലുള്ള ജീവികളെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പുകവലി പാടില്ല, ക്യൂ പാലിക്കുക, തിരക്കുണ്ടാക്കരുത്, അതാണ് കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് അമേരിക്കൻ ഇഗ്വാന ഗ്രീനാണ് വരുന്നത്, ഫസ്റ്റ് തന്നെ വരുന്നത്. അപ്പം ഇങ്ങനെ മുകളിൽ അതിൻ്റെ നെയിം ബോർഡ്, അതിൻ്റെ ലൈഫ് സ്പാൻ, പിന്നെ അതിൻ്റെ ഒറിജിൻ ഏത് രാജ്യത്തു നിന്നാണ്, ഇത്തരം കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ചതിന് ശേഷം ആ ജീവിയെ പരിചയപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. പുതിയ പല ജീവികളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതുവരെ കാണാത്ത പല ജീവികളെയും നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ ഒറിജിനായിട്ടുള്ള ഒരുപാട് ജീവികളെ നമുക്കിവിടെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് സമയം നിങ്ങൾ ഈ ജീവികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. അതിൻ്റെ പേര് കാണിച്ചതിന് ശേഷം അതിൻ്റെ താഴെ ജീവിയും കൂടെ കാണിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം.
ഒരുവിധം എല്ലാ ജീവികളെയും ഒന്നോ രണ്ടോ ഫിഷ് ഐറ്റം ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പം ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എത്തിപ്പെടാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോയിലൂടെ അവിടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാ ജീവികളെയും മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്കുള്ളൊരു വരുന്ന സമയത്ത് രാവിലെ മുതൽ 11 മണിക്കാണ് സ്റ്റാർട്ടിങ്. രാത്രി വരെ ഷോ അവിടെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം വരുന്ന ആൾ രാവിലെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം സരോവരത്തേക്കുള്ള അല്ലെങ്കിൽ ഈ സ്വപ്നമേഖലയ്ക്കുള്ള റോഡിൻ്റെ വീതി കുറവായത് കാരണം തിരിച്ചു പോകുമ്പോഴുള്ള വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ പേർ രാവിലെ തന്നെ എത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അധികം തിരക്കില്ലാതെ കാണുകയും ചെയ്യാം. ആസ്വദിക്കാനുള്ള ടൈമും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാനുള്ള ടൈമും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ലഭിക്കുന്നതായിരിക്കും. അലങ്കാര മത്സ്യങ്ങളുടെ കാഴ്ച ഇവിടെ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഒരു ലോകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അലങ്കാര മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, അങ്ങനെ എല്ലാത്തരം മത്സ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ മത്സ്യകന്യകമാരും അതേപോലെ തന്നെ സ്കൂബ ഡൈവിങ് പോലുള്ള ജലകായിക വിനോദങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിതാ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനത്തിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിലായിട്ട് ഗ്ലാസ്സിൽ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സൈഡ് നമുക്കങ്ങനെ കണ്ടാസ്വദിച്ച് പലതരം മീനുകളെ കണ്ടാസ്വദിച്ച് അങ്ങനെ നടക്കാൻ സാധിക്കും. കുട്ടികളെയും കൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ അവർക്കൊരു പുതിയ അനുഭവം ആയിരിക്കും ഈ കാഴ്ചകളെല്ലാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസരമായിരിക്കും. കൂടുതൽ പേരും കുട്ടികളുമായിട്ടാണ്, ഫാമിലി ആയിട്ടാണ് ഇവിടെ എത്തുന്നത്. ഫോട്ടോ എടുക്കാനും മീനുകളുടെ വീഡിയോ എടുക്കാനും. ഇത് ഈ ലൈറ്റിലും പിന്നെ അതേപോലെ തന്നെ ഈ പ്രത്യേകതരം നമ്മളിവിടെ നേരിട്ട് കാണാത്ത ഈ മീനുകളെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സന്തോഷം, കുളിർമയൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും മറന്ന് നമ്മളിതുമായിട്ടൊന്ന് ലയിച്ച് നമുക്ക് നടക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം. ഇനി അങ്ങോട്ട് ഉള്ള എല്ലാ കാഴ്ചകളും കണ്ടാസ്വദിച്ചതിന് ശേഷം, മത്സ്യകന്യകയും കണ്ടാസ്വദിച്ചതിന് ശേഷം, സ്കൂബ ഡൈവിങ്ങും കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇതിലവസാനമായിട്ട് വരുന്നത് ഷോപ്പിംഗ് ഏരിയയാണ്. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളും മറ്റും കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി പഴയകാല മിഠായികൾ, ബാഗ്, ഡ്രസ്സ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കോർട്ട് ഏരിയ ആണ്. പാനിപ്പുരി, ബേൽപുരി തുടങ്ങിയ ഐറ്റംസ് മുതൽ കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടാക്കുന്ന നെയ്ച്ചോറ്, ചിക്കൻ, കപ്പ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉള്ള ഫുഡ് കോർട്ടും, പിന്നെ സോഡ, കുലുക്കി, ഫ്രഷ് ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസ് ഐറ്റംസുകളും എല്ലാം കഴിച്ച് ലാസ്റ്റ് വയറും മനസ്സും നിറച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കും.